കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ കേരളത്തിന് ഇത്തവണയും നിരാശയാണ്. പ്രത്യേക പാക്കേജുകളോ വൻകിട പദ്ധതികളോ ഇല്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിച്ചെങ്കിലും അതും വെറുതെയായി. പക്ഷേ പൊതുപ്രഖ്യാപനങ്ങളിൽ കേരളത്തിന് അനുകൂലമായേക്കാവുന്ന ചില കാര്യങ്ങൾ ബജറ്റിലുണ്ട്. നോക്കാം. വിഴിഞ്ഞം തുറമുഖം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടു. പക്ഷേ പാക്കേജുകൾ ഒന്നും കിട്ടിയില്ല. വൻകിട പദ്ധതികളൊന്നും കേരളത്തിനില്ല. പാലക്കാട് IIT പ്രത്യേക പാക്കേജ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി കേരളം. ഇനി കേരളത്തിന് ഗുണകരമാകുന്ന പൊതുപ്രഖ്യാപനങ്ങൾ നോക്കാം. മാസശമ്പളത്തിൽ ജോലി നോക്കുന്നവർ കൂടുതലാണ് കേരളത്തിൽ. അതിനാൽ ആദായ നികുതി പരിധി ഉയർത്തിയത് കേരളത്തിലെ കൂടുതൽ പേർക്ക് ഗുണമാകും. ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിലെ മേൽക്കൈ, മെഡിക്കൽ, സ്പിരിച്വൽ ടൂറിസം രംഗത്തെ ബജറ്റിലെ പ്രത്യേക ഊന്നൽ കേരളത്തിന് അനുകൂലമാക്കിയേക്കും. സ്റ്റാർട്ടപ്പുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പ സാങ്കേതിക വൈദഗ്ധ്യമുള്ള യുവാക്കൾക്ക് പ്രചോദനമാകും. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഉയർത്തുന്നത് ഡോക്ടർമാരാകാൻ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്നു. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി പ്രഖ്യാപനം തീരദേശം കൂടുതലുള്ള സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താനാകും. ഇവയെല്ലാം പറയുമ്പോഴും കേരളത്തോട് ബജറ്റിൽ അവഗണനയുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തിയിട്ടില്ല. നേരത്തെ വെട്ടിക്കുറിച്ചത് പുനഃസ്ഥാപിച്ചിട്ടുമില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേരളം ഇനി എന്തു ചെയ്യും? 2 കേന്ദ്ര സഹമന്ത്രിമാർ. കേരളത്തിൽ നിന്ന് ഒരു BJP MPയെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. മുൻകാലങ്ങളെക്കാൾ ഇത്തവണ കേരളത്തിന് പ്രതീക്ഷിക്കാൻ വകയുണ്ടായിരുന്നു. എല്ലാം പക്ഷേ പ്രതീക്ഷയിൽ ഒതുങ്ങി. ഇതാണ് കേന്ദ്ര ബജറ്റിലെ കേരള കാഴ്ചകൾ. കേരളം ചോദിച്ചത് ഒന്നും കിട്ടിയില്ല. ഇനി ജനസംഖ്യ ആനുപാതികമായി കേരളത്തിന് കിട്ടേണ്ട കുറച്ച് സാമ്പത്തിക വിഹിതമുണ്ട്. അത് കിട്ടുമോ? കണ്ടറിയാം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.